പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു, മരണത്തെ ജയിച്ചു. ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച, ആമേൻ, യേശുവിൻ്റെ പാത പിന്തുടരുന്ന ഓരോ പ്രിയപ്പെട്ടവരും അത് യേശുവിനെ പോലെ തന്നെ നാമം ജയാളികളായി മാറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവ് ഈ ലോകത്ത് നമ്മെ വെച്ചിരിക്കുമ്പോൾ നാം ഓരോ ദിവസവും ആമേൻ പലതിനെയും ജയിക്കേണ്ടതുണ്ട്. സ്തോത്രം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആമേൻ മറുഭാഗം നാം ചിന്തിക്കുമ്പോൾ നമ്മെ തോൽപ്പിക്കുന്ന, ആമേൻ നമ്മെ തോൽക്കുമാറാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതിനെയൊക്കെ യേശു ക്രിസ്തുവിൽ നാം അതിജീവിക്കുമ്പോൾ മാത്രമേ നാം ജയിച്ച് യേശുവിനെ പോലെ ജയാളികളായി മാറുകയുള്ളൂ. അങ്ങനെ ജയാളികളായിരിക്കുന്നവർക്ക് മാത്രമേ യേശുവിനോടൊപ്പം ആ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ നമുക്ക് ആമേൻ പോകുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. എന്നാൽ നാം യാതൊരു കാര്യത്തിലും തോൽക്കുവാൻ പാടില്ല. അതേ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2 ലേഖനം 2 അധ്യായം അതിൻ്റെ 19 വചനത്തിൻ്റെ 2 ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഏതിനോട് തോൽക്കുന്നുവോ, ഏത് കാര്യത്തെയാണ് നമുക്ക് അതിജീവിക്കുവാൻ കഴിയാതെ, അല്ല എങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയാതെ നാം അവിടെ തോൽക്കുന്നുവോ അതിന് നാം അടിമപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, നാം ഏതിലൊക്കെയാണോ ഇന്ന് അടിമകളായിരിക്കുന്നത്, ചില കാര്യങ്ങൾക്കൊക്കെ നാം അഡിക്റ്റഡ് ആണ്, അല്ലേ? ചില അഡിക്ഷൻസ് നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. പല സ്തോത്രം, പല സ്വഭാവങ്ങൾക്കായിരിക്കാം, പല ജീവിത ശൈലികൾക്കായിരിക്കാം നാം അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സ്തോത്രം, അത് നമ്മെ തോൽപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം സകലത്തെയും ജയിക്കേണ്ടുന്നവരാകയാൽ നമ്മെ തന്നെ ഈ ദിവസം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു: 2 Peter chapter 2 verses 19, the second part, people are slaves to whatever has mastered them. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ എന്താണോ മാസ്റ്റർ ചെയ്ത് നമ്മെ അടക്കി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് നമ്മെ ഭരിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത്, അതിന് നാം അടിമകളായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാം അടിമകളായിരിക്കേണ്ടുന്നവരല്ല. യേശു ക്രിസ്തുവിൽ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നാം ഏതിനൊക്കെയാണ് ജയിക്കേണ്ടത്? സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം, 16 അധ്യായം അതിൻ്റെ 33 വചനത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജോൺ ചാപ്റ്റർ 16 verse 33, in this world you will have trouble, but take heart, I have overcome the world. Praise the Lord. നാമും ഈ ലോകത്തെ ജയിക്കേണ്ടുന്നവരാണ്. എന്നാൽ നമുക്ക് മുൻപ് യേശു ക്രിസ്തു ഈ ലോകത്തെ ജയിച്ചു. യേശു എങ്ങനെയാണ് ഈ ലോകത്തെ ജയിച്ചത്? ഓരോ വചനം കൊണ്ട്, മാത്രമല്ല പിതാവിൻ്റെ ഇഷ്ടം മാത്രം യേശു ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടം യേശു ചെയ്തില്ല, ലോകത്തെ സ്നേഹിച്ചില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ യേശു ജീവിച്ചു എങ്കിലും പൂർണ്ണമായി പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തതുകൊണ്ട്, പിതാവിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചതുകൊണ്ട് യേശു ഈ ലോകത്തെ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ യേശു കർത്താവ് നമ്മെക്കുറിച്ചും അത് തന്നെയാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം, സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ സ്തോത്രം, 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 സ്തോത്രം. 14-15 വചനങ്ങളിൽ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകയാൽ ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ.
നിന്റെ വചനം സത്യമാകുന്നു. മാത്രമല്ല യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വായിക്കുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ചില സ്തോത്ര ഉപദ്രവങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് ആ ലോകം നമ്മെ പകയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്നാമത് നാം ജയിക്കേണ്ടത് ഈ ലോകത്തെയാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. സ്തോത്രം. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല എന്ന് നാം വായിക്കുന്നു. ഈ നാളുകൾ ഈ ലോകമോ ഈ ലോകത്തിൻ്റെ യാതൊരു മോഹങ്ങളോ ലോകസ്നേഹങ്ങളോ നമ്മെ അടിമപ്പെടുത്തരുത്. അതിന് നാം അടിമകളായി തീരരുത്. എങ്കിൽ നാം തോറ്റുപോയിരിക്കുന്നു. ലോകത്തിന് മുൻപായി നാം തോറ്റുപോയി. നമുക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. ഓരോ നാളും യേശുവിനെ സ്നേഹിച്ച പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടെ ആ ഒരു ഗൈഡൻസോടുകൂടെ ആ ഇഷ്ടം നാം പ്രവർത്തി ജീവിക്കുമെങ്കിൽ നമുക്ക് ലോകത്തെ ജയിക്കുവാനിടയായി തീരും. രണ്ടാമതായി അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37-ാം വചനത്തിൽ വായിക്കുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 37. Hallelujah. No, in all these things we are more than conquerors through him who loved us. Amen. നാം കോൺകറേഴ്സ് ആയി മാറണം. സ്തോത്രം. നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നവരായി മാറണം. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കണം. ഇതിലൊക്കെയും എന്ന് പറയുമ്പോൾ അതിൻ്റെ 35-ാം വചനത്തിൽ നാം വായിക്കുന്നു, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊക്കെയും നാം ജയം പ്രാപിക്കണം. ഒരു കഷ്ടതയുടെ കാലത്ത് നമുക്ക് എങ്ങനെയാ കഷ്ടതയെ ജയിക്കുവാൻ കഴിയുക? എങ്ങനെയാണ് നാം ജയം പ്രാപിക്കേണ്ടത്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അപ്പോൾ കഷ്ടത വരുമ്പോൾ നാം ദുഃഖിച്ച് ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ ആ കഷ്ടത നമ്മെ അടിമപ്പെടുത്തുന്നു. അവിടെ നാം തോറ്റുപോകുന്നു. അങ്ങനെയല്ല. ഏത് വിധമായ കഷ്ടങ്ങൾ കടന്നു വന്നാലും നമ്മെ സ്നേഹിച്ച് യേശു കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമുക്ക് ആ കഷ്ടങ്ങളെ ജയിക്കുവാനിടയായി തീരും. സങ്കടങ്ങൾ വരുമ്പോൾ നാം മാനസികമായി തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ആ സങ്കടത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന യേശു കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് ജയിക്കുവാനിടയായി തീരും. ഉപദ്രവങ്ങൾ നാം സ്നേഹിച്ചവരിൽ നിന്ന്, നമ്മെ സ്നേഹിച്ചവരിൽ നിന്ന്, നാം സഹായിച്ചവരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മെ കരുതിയവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഉപദ്രവങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകും. അല്ല, നമ്മെ ആ സമയത്തും സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഉപദ്രവത്തെ ജയിക്കുവാനിടയായി തീരും. പട്ടിണിയോ നഗ്നതയോ എത്ര തന്നെ ദാരിദ്ര്യമോ ശൂന്യതയുടെ അവസ്ഥകളിൽ കൂടെ നാം കടന്നുപോയാലും അവിടെ നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. നമുക്ക് ജയിക്കുവാനിടയായി തീരും. ആപത്തോ വാളോ എന്ത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നാമോ ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു, സ്വന്തം ജീവനെ നമുക്ക് നൽകി. പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് സഭയെ ശുദ്ധീകരിക്കുന്നു, സഭയെ നടത്തുന്നു. അപ്പോൾ പിതാപുത്ര പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഏത് കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ലോകത്തുള്ള യാതൊരു കാര്യങ്ങൾക്കോ നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു മുഖാന്തരം നമുക്കിതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുവാനിടയായി തീരും. അതുകൊണ്ട് നാം ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും നാം തോൽക്കുന്നവരായിട്ടല്ല, സകലത്തെയും ജയിക്കുന്നവരായി ജയാളികളായി മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നാം തോറ്റതുപോലുള്ള അവസ്ഥയിലിരിക്കുന്നത്, ഭാരപ്പെട്ടു പോകേണ്ട. നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. യേശുവിൻ്റെ സമാധാനവും സന്തോഷവും ആശ്വാസവും കർത്താവ് നമ്മിൽ പകർന്ന് നമ്മയും ജയത്തോടെ നടത്തും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ എല്ലാ കാലത്തും ഏത് സമയത്തും
എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ആമേൻ. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ എന്ത് തന്നെ ദുഃഖങ്ങൾ പ്രതിസന്ധികൾ വന്നാലും ലോകമോഹങ്ങൾ ലോകസ്നേഹങ്ങൾ എത്ര വന്നാലും പ്രൈസലോ അതിനൊന്നും അടിമപ്പെട്ടു പോകാതെ തോറ്റു പോകാതെ ആമേൻ പൂർണ്ണ ജയാളികളായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. നാഥ, പ്രാർത്ഥന കിട്ടുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗാഡ് ബ്ലെസ് യു ഓൾ.